സോറി, ഇങ്ങനെ തുടങ്ങണമെന്ന് ഞാനും വിചാരിച്ചില്ല. പക്ഷേ ഈ കഴിച്ച് കണ്ട് ഞെട്ടിയാണ് രാവിലെ എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ. 9:30 ക്ലാസ്സിലുള്ള കുട്ടികൾ 9:15 കിടക്കയിൽ നിന്ന് എണീക്കാത്ത കഴിച്ചാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. നേരെ കോളേജിലെത്തുന്നു, ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കുന്നു, ക്ലാസ്സിലെത്തിയപ്പോൾ ചിലയിടത്ത് റെക്കോർഡ്, ചിലയിടത്ത് റിപ്പോർട്ട്. അങ്ങനെ ഉച്ചയായപ്പോൾ ആണെന്ന് ശ്വാസം വിട്ടത്. നേരെ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് വിട്ടു. അമ്പലത്തിൽ ഇന്ന് നല്ല സദ്യ ഉണ്ട്. ഉള്ളത് പറയണല്ലോ, ഇവിടുത്തെ സദ്യകൾക്ക് എന്ത് ടേസ്റ്റാണെന്നറിയോ. ഈ മാസത്തെ 3ാമത്തെ സദ്യ അല്ലേ? അങ്ങനെ ഫുഡും കഴിച്ച് വേഗം അടുത്ത ക്ലാസ് പഠിക്കാൻ വിട്ടതാണ്. രാവിലെ 9th സെമ്മിന്റെ ലാസ്റ്റ് ഡേ ആയിട്ട് രാവിലെ ഫസ്റ്റ് അവർ നേരത്തെ കയറാൻ വേണ്ടി പോയി, സാധിച്ചില്ല, ലേറ്റ് ആയി. എന്നാൽ ഉച്ചക്കെങ്കിലും നേരത്തെ കയറാന്ന് വിചാരിച്ചപ്പോൾ ഒരവറേ കട്ടായി. ഒരവറേ പോയി. നമ്മള് ഫൈനൽ ഇയറിലാണ്, അതായത് ഏകദേശം 5 വർഷമായി ഈ പരിസരത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്നേ വരെ ഈ അമ്പലങ്ങളിലൊന്നും നടന്ന് സദ്യ ഇങ്ങനെ തിന്നിട്ടില്ല. ഈ എല്ലാ കൊല്ലം ഇവിടെ പരിപാടി നടക്കലുണ്ട്, എല്ലാ പ്രാവശ്യം വർക്കിംഗ് ഡേയ്സിലെ പരിപാടി പക്ഷെ ഇങ്ങനെ നടന്ന് തിന്ന് തീർത്ത് കൊല്ലം. ഈ ഒരു മാസം 3 ഫ്രീ ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. നമ്മൾ പിള്ളേർക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വരും തലമുറ ഇതൊക്കെ കണ്ടുപഠിക്കണതുകൊണ്ട് പിള്ളേർക്കെല്ലാം പറഞ്ഞു. അങ്ങനെ ഓടി പിടിച്ച് അടുത്ത അവർ ക്ലാസ്സിൽ കയറി. ക്ലാസ് അവിടെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഷോർട്ട്സ് ആയിട്ട് ഇടാൻ വിചാരിച്ച വീഡിയോ ആണ്. പക്ഷേ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്തിട്ടും 1 മണിക്കൂറിൽ 1 മിനിറ്റിൽ താഴെയാകുന്നില്ല. ഒരു ദിവസം കുറേ എന്തൊക്കെയോ നടന്നു പോലെ. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് ഇത്ര ഹാപ്പനിങ് ആണ് ലൈഫ് എന്ന് മനസ്സിലാകുന്നത്. കുറേയൊക്കെ സമയം കളയാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ മോംസ് ടു ബീൻ്റെ അടുത്തും ഈ വാതിലിൻ്റെ പുറകിൽ ഒളിച്ചു വെക്കേണ്ടാവുന്ന അവസ്ഥ വരില്ലായിരുന്നു മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറുകയാണെങ്കിൽ. എന്നീ സാധനത്തിൻ്റെ കൂടെ കയറിക്കൂടിയോ രാവിലെ വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിലിരിക്കാൻ മാത്രമേ ബുദ്ധിമുട്ട് കാണാറുള്ളൂ കേട്ടോ. പുറത്തിറങ്ങാനും ചായ കുടിക്കാൻ പോകാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ വൈകിട്ട് മോംസ് ലാൻഡിലേക്ക് ഒരു ചായ കുടിക്കാൻ വിട്ടു. പോകുന്നവരെ ചായ കുടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇൻറ്റൻഷൻ. അവിടെ എത്തിയ ആ ഷവായും ഷവർമയൊക്കെ കണ്ടപ്പോൾ മനസ്സൊന്ന് ചെറുതായിട്ട് ഇളകി. ആരെന്നായാലും ഇളകി പോവും. മിനിമലായിട്ട് പിടിച്ചു. ആ ഷവായ കുബൂസിൽ പിടിച്ച് ഒരു പിടി, ഒരു ലൈമും ഒരു കാപ്പി, അത്രയേ ഉള്ളൂ. ഹോസ്റ്റലിൽ എല്ലാം തിന്നാൻ വേറൊന്നിനെയും വളർത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വളർത്തുന്നതാണ് ദിയാപ്പി. അതും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.